മൗലൂദിൽ മറ്റൊരു സംഭവം കാണാം. ഒരു പുണ്യാത്മാവായ വലിയ മഹാൻ പറയുകയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനുണ്ടായിരുന്നു. അവൻ വളരെ മാന്യനും മതത്തിൻ്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവനുമായിരുന്നു. മന്ത്രിയുടെ പുത്രൻ അക്രമമായും ശത്രുപരമായും അവനെ കൊന്നുകളഞ്ഞു. ഞാനതിൽ പ്രതികാരം തേടി. അതിൽ ആരും തന്നെ എനിക്ക് കൂട്ടുനിന്നില്ല. കാരണം മന്ത്രിയുടെ മകനാണ് ഞാൻ. പ്രസ്തുത അക്രമത്തിന് പ്രതികാരം ചെയ്യാൻ പ്രമാദത്തിലും പ്രദേശത്തിലും ബദരീങ്ങളെ തവസ്സുലാക്കി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങേയറ്റത്തെ സങ്കടത്തോടെയും പ്രതികാരം ചെയ്യാൻ സാധിക്കാത്തതിനാലുള്ള നിരാശയോടെയും ഞാൻ ബദരീങ്ങളെ വിളിച്ച് സഹായം തേടി. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ഉറക്കത്തിൽ ഞാൻ കുറേ പുണ്യാത്മാക്കളെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. സമുന്നതരായ രൂപത്തിലും സംതൃപ്തരായ അവസ്ഥയിലുമായിരുന്നു ആ കണ്ട കാഴ്ച. അതിനിടെ ഒരാൾ വിളിച്ചു പറയുന്നു, വരൂ ബദരീങ്ങളെ, പെട്ടെന്ന് വരൂ ബദരീങ്ങളെ. അപ്പോൾ അവരെല്ലാം അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇക്കൂട്ടർ ബഹുമാനപ്പെട്ട ബദരീങ്ങൾ തന്നെയാണ്. എനിക്കവരെ അനുഗമിക്കണം കേട്ടോ. ഞാൻ അവരുടെ പിന്നിൽ നടന്നു നീങ്ങി ഒരു ഉയർന്ന സ്ഥലത്തെത്തിച്ചേർന്നു. അപ്പോൾ അവർ ഓരോരുത്തരും പ്രകാശത്താലുള്ള കസേരകളിൽ അവരുപവിഷ്ടരായി. പലരും അവരെ സമീപിക്കുന്നതും അവരവരുടെ പരാതികൾ ബോധ്യപ്പെടുത്തുന്നതും ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ കഥയും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ അവരിലൊരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ഓതിക്കൊണ്ട് കൂടെയിരിക്കുന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതിയെ എന്നിലേക്ക് എത്തിച്ചു തരിക? അപ്പോൾ കൂട്ടത്തിൽ നിന്നൊരാൾ അവിടെ നിന്ന് പുറത്തുപോയി. അധികം താമസിച്ചില്ല, അദ്ദേഹം ഉടനെ തിരിച്ചെത്തി. കുറ്റവാളി അതാ എൻ്റെ മകനെ കൊന്ന പ്രതിയെയും കൊണ്ടുവരികയാണ്. മഹാനവറുകൾ അവനോട് ചോദിച്ചു, നീയാണോ ഇയാളുടെ മകനെ വധിച്ചത്? അവൻ പറഞ്ഞു, ഞാനാണ്. മഹാനവർ ചോദിച്ചു, അതിന് നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അക്രമമായും വൈരാഗ്യമായും ഞാൻ ചെയ്തതാണ്. അവൻ പറഞ്ഞു, ഇരിക്കൂ. മഹാനവർ പറഞ്ഞു, അവൻ ഇരുന്നു. പിന്നീട് മഹാനവറുകൾ ഒരു കടാരി എന്നെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ താങ്കളുടെ കടക്കാരൻ. ഇവൻ താങ്കളുടെ പ്രിയ മകനെ വധിച്ച പ്രകാരം താങ്കൾ അവനെയും വകവരുത്തുക. ഞാൻ ആ കടാരി വാങ്ങി അവൻ്റെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തി. ഞാൻ ഉടനെ ഉറക്കത്തിൽ നിന്നുണർന്നു. നേരം വെളുത്തപ്പോൾ ഞാൻ ഘോരമായ ആർപ്പുവിളി കേൾക്കുകയാണ്. മന്ത്രിയുടെ പുത്രൻ കിടപ്പുമുറിയിൽ വെച്ച് വധിക്കപ്പെട്ടിരിക്കുന്നു. ഘാതകനെ അറിവായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യാത്മാക്കളെ കൊണ്ടും മറ്റെല്ലാ സഹാബികളെ കൊണ്ടും നമുക്ക് ഉപകാരം നൽകട്ടെ. അപ്പൊ ബദരീങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ബദരീയത്ത് ചൊല്ലി ബദരീങ്ങളെ പേര് പറഞ്ഞ് ദുആ ചെയ്താൽ അതിന് പ്രതിഫലവും അതിന് അതാ പരിഹാരവും ഉണ്ടാകും. അതുകൊണ്ട് ബദരീങ്ങളെ വിളിക്കൽ പണ്ടേ ഉള്ളതാണ്. ഈ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ കഴിവിനെ നമ്മൾ കഴുത്തുന്നില്ല. അല്ലാഹ് പറഞ്ഞ കഴിവ് തന്നെ അല്ലാഹ് കൊടുത്ത കഴിവ് മുഖേന അവർ സഹായിക്കുന്നതാണ്. അല്ലാഹുവിൻ്റെ കഴിവ് അവർക്ക് വകവെച്ചു കൊടുക്കുന്നില്ല.